Hello everyone, it's me CF Fasana here. Welcome back to my channel. അപ്പോൾ പുതിയ ഡേയ്സും കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും കട്ട പ്രിപ്പറേഷനാണെന്ന് എനിക്കറിയാം. നല്ല രീതിയിൽ തന്നെ പോകട്ടെ. അപ്പം ഞാൻ ഓൾറെഡി 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ 1 month അപ്രോച്ച് ഉണ്ടായിരിക്കും. ഗ്രൂപ്പ് 1 CF ആണ് ഗ്രൂപ്പ് 1ൻ്റെ ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇനി വീഡിയോസ് ഇടുന്നത്. അത് ഫസ്റ്റ് FR ആണ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. 2 പാർട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ആണ്. ഒബ്വിയസ്ലി ABC അപ്രോച്ചാണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് ഡേയ്സ് കുറവാണ്. ഓൾറെഡി നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ കവർ ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ടുള്ള പിള്ളേരുണ്ടാവും. അങ്ങനത്തെ സ്റ്റുഡൻസ് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇനി ഫിനിഷ് ചെയ്യാനുള്ള ടോപ്പിക്സ് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത് റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ റിവിഷനെ ABC അപ്രോച്ചിൽ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. കാരണം പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്ത് ആദ്യം അതിങ്ങനെ കവർ ചെയ്ത് പോവുക. ഓക്കെ, ഇനി ഡ്യൂ ടു സം പ്രോബ്ലംസ് ആൻഡ് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഷെഡ്യൂളിന് ബ്രേക്ക് വന്നിട്ടും അത് വിചാരിച്ച പോലെ പഠിത്തം എത്താത്തവർക്കും, അല്ലെങ്കിൽ കുറച്ച് ഡേയ്സ് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, എനിക്ക് അങ്ങനെയൊക്കെ മെസ്സേജസ് വരുന്നുണ്ട്. സാർ എന്ത് ചെയ്യണം എന്നറിയില്ല, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ കിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ AB അപ്രോച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ചെയ്യുക. ഓക്കെ, അത്ര നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് 100% കവർ ചെയ്യുന്നത് മണ്ടത്തരമാണ്. സോ AB കാറ്റഗറിയിൽ നന്നായിട്ട് പഠിച്ചിട്ട് പോകും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോ. അപ്പോൾ വാച്ച് ടിൽ ദി എൻഡ്. പിന്നെ ആസ് യൂഷ്വൽ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഫ് യു ഫൈൻഡ് മൈ വീഡിയോ യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ, പ്ലീസ് ലൈക്ക് മൈ വീഡിയോ ആൻഡ് ഓൾസോ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് നോട്ട് ഡിലേ എനി ഫർദർ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ FR സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ ആദ്യം FR സബ്ജക്റ്റ് എന്താണെന്ന് അതിനെ പറ്റി ഒരു ചെറിയൊരു ഓവർവ്യൂ പറയാണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഭയങ്കര വാസ്റ്റാണ്, അല്ലെ, വോളിയം ഭയങ്കരമാണ്. നമുക്കിനി എസ്പെഷ്യലി ഗ്രൂപ്പ് 1 അടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളത് FR ആണെന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കെന്ന് വെച്ചാൽ ഒരുപാട് ഇൻഡേഴ്സുകളുണ്ട്. അത് ഏറ്റവും ബിഗ് ഇൻഡേഴ്സ് ഏതാണ്, ഏറ്റവും മീഡിയം ഏതാണ്, സ്മോൾ ഏതാണെന്നുള്ളത് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഇങ്ങനെ ഷെഡ്യൂൾ ഉണ്ടാക്കേണ്ടി വരും FRന് ഇനി അങ്ങോട്ടേക്കുള്ള ഡേയ്സിന്. പക്ഷേ ഏത് ഇൻഡേഴ്സ് എങ്ങനെയാണ് അതിൻ്റെ വോളിയം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ലായിരിക്കും ചിലർക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെച്ചിട്ട് ഇതെന്താണെന്ന് അറിയാതെ ഏതെങ്കിലും ഒരു ഇൻഡേഴ്സ് എടുത്ത് പഠിച്ചു പോകുന്നതിനേക്കാളും നിങ്ങൾക്ക് അതിൻ്റെ വോളിയം എത്രയാണെന്ന് അറിയുമ്പോഴും ആ ഒരു ഇൻഡേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ 2 സ്മോൾ ഇൻഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കവർ ചെയ്ത് തീർക്കാൻ പറ്റുമായിരിക്കും. അപ്പം നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, ഒരു മീഡിയം ഇൻഡേഴ്സിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും തീർക്കാൻ പറ്റില്ലായിരിക്കും. അപ്പം നിങ്ങൾ സിറ്റുവേഷൻ എങ്ങനെയാണ് അതിനനുസരിച്ച് ഈ വോളിയം ഓരോ ഇൻഡേഴ്സിൻ്റെ വോളിയം അനുസരിച്ച് ഇഷ്ടപ്പെടാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഐ ഹാവ് ഡിവൈഡഡ് ഇൻഡേഴ്സ് ഇൻടു 3, അതായത് ബിഗ് ഇൻഡേഴ്സ്, മീഡിയം ഇൻഡേഴ്സ്, സ്മോൾ ഇൻഡേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ പഠിക്കുന്നതൊക്കെ വോളിയം എത്രയാണ്, അപ്പോൾ എത്ര ടൈം ഇതിനെ അസോർട്ട് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ തിയറി നിങ്ങൾ മനസ്സിലാക്കേണ്ട FRനെ പറ്റിയുള്ള ഒരു നഗ്ന സത്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രോബ്ലം പേപ്പർ ആണെങ്കിലും തിയറിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്റ്റാണ്. ഓക്കെ, ചിലപ്പോൾ FR അത് തിയറി ബേസ്ഡ് ആയിട്ട് തന്നെ ചോദിക്കും, ഓരോ പേഴ്സണൽ തിയറി ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രോബ്ലം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് ചിലപ്പോൾ ചെയ്യും. ഓക്കെ, ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രോബ്ലം പേപ്പർ പ്രോബ്ലംസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തൊക്കെ ചോദിക്കും. അപ്പം എനിവേസ് തിയറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് FRന്, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ABC അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ A കാറ്റഗറിക്ക് വരുന്നത് ഫസ്റ്റ് സ്വിമ്മിംഗ്, ഏറ്റവും ബിഗ് അതാണ് ഞാൻ ഫസ്റ്റ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 and only നമ്മളുടെ PTS 109 ഏതാണ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഇതിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് സമയമില്ല. അപ്പോൾ ഇൻഡേഴ്സ് 109 ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ലാസ്റ്റിക്ക് വെക്കില്ല ഈ ബിഗ് ഇൻഡേഴ്സുകൾ. ലാസ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ മിനിഞ്ഞാന്നാണ് തോന്നുന്നു ഒരു സ്റ്റുഡൻറ്റ് ഇതുപോലെ FR എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എത്രയോ പഠിച്ച് കഴിഞ്ഞു ചോദിച്ചു. അപ്പോൾ ഫുൾ സ്മോൾ ഇൻഡേഴ്സിലാണ് പഠിച്ചത്, ഇത് തൊട്ടിട്ടില്ല ബിഗ് ഇൻഡേഴ്സ്. ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ബിഗ് ഇൻഡേഴ്സ് തുടങ്ങും, അല്ലെങ്കിൽ അതിന് തീരില്ല.
അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രയോറിറ്റി ഇതിനെ കൊടുക്കുക. അതായത് ഇനി ഇപ്പോഴേ നിങ്ങൾക്ക് സമയം ഉണ്ടാവുമ്പോഴും ഇനി ഇനി എന്ത് ചെയ്യാതെ ലാഗ് അടിക്കരുത്. ഇൻഡെക്സുകൾ ഇപ്പം തന്നെ തീർക്കുക. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ പിക്ക് ഇൻഡെക്സിന് കൊടുക്കുക. അതിൽ തന്നെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 109 ആണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്ന് MCQയിലും ചോദിക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവിലും ചോദിക്കാം. ഡിസ്ക്രിപ്റ്റീവിൽ 10 മാർക്കിനാണ് അവർ ചോദിക്കുന്നത്. 10 മാർക്കിന്. MCQ ചില സമയത്ത് ഇവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡെക്സ് 109 നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുന്നത്, ആ പ്രോബ്ലം തന്നെ MCQs ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുക, തിയറി ബേസ്ഡ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ 100% 109 ഡിസ്ക്രിപ്റ്റീവിൽ കുറച്ച് ഏരിയാസ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അല്ലാത്ത ഏരിയാസ് ഉണ്ട്. ഏതൊക്കെയാണ് MCQs ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറേ ഇലസ്ട്രേഷൻസ് ആണ്, കുഞ്ഞു കുഞ്ഞു ഇലസ്ട്രേഷൻസ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ തിയറി നമ്മൾ അറിഞ്ഞിരിക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MCQs നല്ല രീതിയിൽ കവർ ചെയ്യും. സോ MCQs നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ 109 നിങ്ങൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മോളെ എല്ലാം കവർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് MCQ ഷോർട്ടായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് 10 മാർക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്തെല്ലാം വേസ്റ്റ് ആവില്ല. പക്ഷേ ചിലവരുടെ സിറ്റുവേഷൻ വളരെ പരിതാപകരമായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ MCQ 100% നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറ്റുന്ന അത്രയും കവർ ചെയ്തിട്ട് MCQ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്ക്രിപ്റ്റീവിന് നിങ്ങൾ ഒരു കോംപ്രമൈസും ഇല്ലാതെ പഠിക്കുക. 10 മാർക്ക് എന്ത് വന്നാലും എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കാരണം 10 മാർക്ക് 10ൽ 10 കിട്ടിക്കഴിഞ്ഞാൽ 1 മാർക്സ് സെക്യൂർഡായി ഇനി ബാക്കി നോക്കിയാൽ പോരെ. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൽ 10 മാർക്ക് വരെ ചോദിക്കുന്ന ഏരിയാസ് പറഞ്ഞാൽ പ്രോബ്ലംസ് ആണ് ചോദിക്കുക. അത് ഈ ഇന്ന ഏരിയാസാണ്. ഞാൻ ഇത്രയും ഇതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്നിട്ട് മേക്ക് ഷുവർ ചെയ്ത് ഇത്രയും ഏരിയാസ് എനിക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, അമോർട്ടൈസ്ഡ് കോസ്റ്റ്. എന്താ ഈ അമോർട്ടൈസ്ഡ് കോസ്റ്റ്? നമുക്കത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്താണ്, ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വിച്ച് ഗീവ് റൈസ് ടു ഐദർ ഫൈനാൻഷ്യൽ അസറ്റ് ഓർ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് ഓർ ഇക്വിറ്റി ഫോർ അനദർ എൻറ്റിറ്റി. അപ്പോൾ ഫൈനാൻഷ്യൽ അസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് അക്കൗണ്ടിങ് എന്തായാലോ അത് ഏതൊക്കെ ടൈപ്പിലാണോ, ഒന്ന് അമോർട്ടൈസ്ഡ് കോസ്റ്റ് ആവാം, ഒന്ന് FET OCI ആവാം, അല്ലെങ്കിൽ FET-PL. പക്ഷേ അത് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണെങ്കിലോ ഒന്നെങ്കിൽ അമോർട്ടൈസ്ഡ് കോസ്റ്റ് അല്ലെങ്കിൽ FET-PL. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ വരുന്നത്. അതിൽ ഈ അമോർട്ടൈസ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യൽ അസറ്റിനുണ്ട്, ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ അസറ്റ് അക്കൗണ്ട് ചെയ്യുന്ന അമോർട്ടൈസ്ഡ് കോസ്റ്റിൻ്റെ രീതിയിൽ അക്കൗണ്ട് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൻ്റെ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മോഡ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്, അമോർട്ടൈസ്ഡ് കോസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ തറവാക്കാം. ഇതിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക. ഫൈനാൻഷ്യൽ അസറ്റ് ചോദിച്ചാൽ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ വരുന്നത് FET OCI ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുള്ളൂ. അതെന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക. കാരണം അർത്ഥവും ഇവരെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് അറിഞ്ഞിരുന്നാൽ നമുക്കത് ഫുൾ മാർക്സ് അടിച്ചോളൂ. യെസ്, അതാണെങ്കിൽ അധികം ഇല്ല. പിന്നെ വരുന്നതാണ് FET-PL. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഡെറിവേറ്റീവ്സ് ആൻഡ് എംബഡഡ് ഡെറിവേറ്റീവ്സ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ FET-PL ആണ് അത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ്സ് ആൻഡ് എംബഡഡ് ഡെറിവേറ്റീവ്സ് എന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, അതും അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യാം. അത് കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് തന്നെ ഈ അമോർട്ടൈസ്ഡ് കോസ്റ്റ് ആവറേജ് കഴിഞ്ഞാൽ തന്നെ കോമ്പൗണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വലിയ കുഴപ്പമുണ്ടാവില്ല. അത് നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. അതിൽ തന്നെയുള്ളൊരു ടോപ്പിക്കാണ് ഏർലി റിഡംഷൻ ഓഫ് കോമ്പൗണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് റീപർച്ചേസ്. അത് കോമ്പൗണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഒരു പീരീഡിനായിരിക്കും. അതിന് മുന്നേ തന്നെ റിഡംഷൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. 1-2 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. ഞാൻ പാസ്സായിട്ട് സെപ്റ്റംബർ 25 ഈ ക്വസ്റ്റ്യൻ ആയിട്ട് വെച്ചിരുന്നത് അത് നമുക്ക് കവർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ചെയ്യാം. പിന്നെ ലോൺ ടേക്കൺ ഓൺ പ്രീ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. പ്രീ പേയ്മെന്റ് ഓപ്ഷൻ്റെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഒരു ഇല്ലസ്ട്രേഷൻ കാണാൻ പറ്റും. ഇപ്രാവശ്യം RTPയിലും ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസും കവർ ചെയ്യില്ല. അത്രയും പറയില്ലേ. സ്ട്രാറ്റജിക് ഡെറ്റ് റീസ്ട്രക്ചറിനെ എക്സ്റ്റിങ്വിഷ്മെന്റ് അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടോ 1-2 ക്വസ്റ്റിനെ കാണുന്നത് അതും നല്ല രീതിയിൽ കവർ ചെയ്യുക. ഫിനാൻഷ്യൽ ഗ്യാരണ്ടി വളരെ സിമ്പിളാണ്. സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല, അത് നല്ല രീതിയിൽ കവർ ചെയ്യുക. അതുപോലെ തന്നെ ഹെഡ്ജ് അക്കൗണ്ട്, ഫെയർ വാല്യൂ ഹെഡ്ജ് ഉണ്ട്, ക്യാഷ് ഫ്ലോ ഹെഡ്ജ് ഉണ്ട്. ടെസ്റ്റ് ചെയ്യുന്ന അതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ 1-2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതും കവർ ചെയ്യാം. സോ മെജോറിറ്റി ഞാൻ ഇതിൽ പറഞ്ഞ 1-2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് നല്ല രീതിയിൽ വൃത്തിക്ക് കവർ ചെയ്തിട്ട് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്നെ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക.
പിന്നെ ലെങ്തി ആയിട്ടുള്ളതൊന്ന് അമോർട്ടൈസ്ഡ് പോർഷൻ, പിന്നെ അതുപോലെ ഡെറിവേറ്റീവ്സ്, എംബഡഡ് ഡെറിവേറ്റീവ്സ്, CFI നോക്കിയാണ് കുറച്ച് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് മാനേജബിൾ ക്വസ്റ്റ്യൻസേ ഉള്ളൂ, കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ നിങ്ങൾ അമോർട്ടൈസ്ഡ് പോർഷൻ നല്ല രീതിയിൽ പ്രയോറിറ്റി കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MTPയിൽ 2 MTPയിൽ അമോർട്ടൈസ്ഡ് ബേസ് ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. അപ്പം അത് നല്ല കിട്ടിയാൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള നിങ്ങൾ ഉറപ്പുവിട്ട് ബാക്കി അതുപോലെ തന്നെ കവർ ചെയ്യും. ഓക്കെ, ശരി. അപ്പം ഇത്രയും ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾ വൃത്തിക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പം അങ്ങനെ രീതിയിൽ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടി ട്രയൽ പഠിച്ചു. ഇപ്പം MCQലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ഞാൻ പറഞ്ഞ ഏരിയയിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് ചോദിക്കാം. ഫിനാൻഷ്യൽ അസറ്റ് ആണോ, ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണോ, ഇക്വിറ്റി ആണോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അസറ്റ് എന്താണെങ്കിൽ ലയബിലിറ്റി എന്താണെന്ന് അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്, അത് ചോദിക്കാം. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇല്ലസ്ട്രേഷൻ ബേസ് ചെയ്ത് ചോദിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അസോസിയേറ്റഡ് ലയബിലിറ്റി ഫണ്ടിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അസറ്റ്, ദി ഡെഫിനിഷൻ ഓഫ് നാഷണൽ അസറ്റിലൊക്കെ ഇട്ടും അതൊക്കെ ഒരു ഇല്ലസ്ട്രേഷൻ അവിടെ ഇവിടെയൊക്കെ കാണാൻ ചിലപ്പോൾ അതൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 100% കവറേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് MCQ പോയിന്റ് ഓഫ് വ്യൂ, MCQനും കൂടി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങളുടെ അഡ്വാൻറ്റേജ്. നിങ്ങൾ മാക്സിമം അതും കൂടി കവർ ചെയ്യണം കേട്ടോ. ശരി, ഇനി അടുത്തത് വരുന്നത് 115 ആണ്. റവന്യൂ റെക്കഗ്നീഷൻ. എന്തായാലും ഒരു 5 മാർക്കിന് ഇവർ ചോദിക്കും. ചില സമയത്ത് അവരെന്ത് ചെയ്യും, 8 മാർക്കിനുള്ള ചോദിക്കാം. അത് ഡിസ്ക്രിപ്റ്റീവിലാണ് ഞാൻ പറയുന്നത്. MCQലും ഇതുപോലെ തന്നെ അവർ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ 115 നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി മെറ്റീരിയൽ ഇല്ലസ്ട്രേഷൻ നല്ല വൃത്തിക്ക് കവർ ചെയ്യണം. എന്താണ് സ്റ്റഡി മെറ്റീരിയൽ ഇല്ലസ്ട്രേഷൻ നല്ല വൃത്തിക്ക് കവർ ചെയ്യണം. അതുപോലെ ഫാസ്റ്റ് അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻ കവർ ചെയ്യാം. അപ്പോൾ ഒന്നിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ അതേപോലെ ചോദിക്കാം. MCQലും ചിലപ്പോൾ അതിൽ ഡിറ്റോ ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ചിലപ്പോൾ 5 മാർക്കിനൊക്കെ അത് ചോദിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാം, ഫാസ്റ്റ് അറ്റംപ്റ്റ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചിലപ്പോൾ അത് 8 മാർക്കിനോ അല്ലെങ്കിൽ ചിലപ്പോൾ 5 മാർക്കിനൊക്കെ വെച്ച് ചോദിക്കാം. അപ്പം ഞാൻ ഫാസ്റ്റ് അറ്റംപ്റ്റ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ ഇവരെന്ത് ചെയ്യും, കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടും കുറച്ച് പുതിയൊരു ന്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഒക്കെ ആഡ് ചെയ്തിട്ടും ഒരു പുതിയ ക്വസ്റ്റ്യൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ 115 ചോദിക്കാം. ആ സമയത്ത് നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ പഠിച്ച രീതിയിൽ വെച്ച് അത് അറ്റൻഡ് ചെയ്യാമെന്നാണ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തത് നിങ്ങൾ മോസ്റ്റ്ലി അവർ ചോദിക്കുന്ന ഇല്ലസ്ട്രേഷനും അതുപോലെ തന്നെ ഫാസ്റ്റ് അറ്റംപ്റ്റ്സിലെ ക്വസ്റ്റ്യൻ അത് നിങ്ങൾ കവർ ചെയ്തെന്ന് ഉറപ്പുവയ്ക്കും. ഓക്കെ, ശരി. പിന്നെ വരുന്നതാണ് 103 and 110. ക്വസ്റ്റ്യൻ നമ്പർ 103 അല്ലെങ്കിൽ 110 ആയിരിക്കും. 14 മാർക്സ് നമ്മൾ വിളിച്ച് ചോദിക്കാം. 14 മാർക്കിനാണ് ചോദിക്കാം 103 110. അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ നല്ല രീതിയിൽ തറവെക്കണം. പക്ഷെ നിങ്ങൾ ഈ ഒരു ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് അപ്രോച്ച് എന്തായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് നമ്മൾ ഉണ്ടാക്കുന്നു, ഓക്കെ, ബാലൻസ് ഷീറ്റ് ടാലി ആക്കുന്നു. ഇതായിരിക്കില്ല നിങ്ങളിൽ ഇതായിരിക്കും നിങ്ങളെ കാരണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. അവിടെ കുറേ അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ടുള്ളൂ. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബാക്കി ഇൻഫർമേഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ പഠിക്കുക. അതായത് ഇന്ന അഡ്ജസ്റ്റ്മെന്റ് വന്നാൽ അത് എവിടേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അത് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പഠിക്കുക. കാരണം മിക്കവാറും ക്വസ്റ്റ്യൻ നമ്പർ 1 ഇവർ പുതിയ അഡ്ജസ്റ്റ്മെന്റ് ഫ്രെയിം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുക. അല്ല ഡിറ്റോ നിങ്ങൾ പഠിച്ച ഏതൊരു പാസ്റ്റ് അറ്റംപ്റ്റിലോ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ചോദിക്കുക വളരെ കുറവാണ്. മെജോറിറ്റി ടൈമും ഇവരെപ്പോഴും പുതിയ അഡ്ജസ്റ്റ്മെന്റ് ഫ്രെയിം ചെയ്തിട്ടാണ് ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മാത്രം ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ അറിയാം എന്നുള്ള രീതിയിൽ പഠിച്ച് പോയിട്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ അയ്യോ ആ ക്വസ്റ്റ്യനിൽ അതുണ്ടായിരുന്നല്ലോ, ഇതെന്ത് ഇങ്ങനെ വന്നതെന്ന് വിചാരിച്ച് ഫുൾ കൺഫ്യൂഷനൊക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കും. പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ്. അപ്പോൾ പുതിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓൾറെഡി കുറേ അഡ്ജസ്റ്റ്മെന്റ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ പുതിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്ന സമയത്ത് അത് എന്തായിരിക്കും വരിക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആലോചിച്ച് നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ബാലൻസ് ഷീറ്റ് ടാലി എഴുതാൻ വിചാരിക്കും, കുഴപ്പമില്ല. ഓക്കെ, സോ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കും. സോ ദി അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കാം. അതെനിക്കറിയുന്ന രീതിയിൽ മാനേജ് ചെയ്തു. എനിക്കറിയുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഞാൻ എവിടേക്കാണോ എഴുതേണ്ടത് അത് ഞാൻ ചെയ്യും. കാരണം FRL ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സ്റ്റെപ്പിനൊക്കെ മാർക്ക് ഇട്ട് തരുന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾ വൃത്തിക്ക് എഴുതി വെച്ചാൽ അത് എവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് പ്രോപ്പറായി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്തായാലും മാർക്ക് കിട്ടും.
ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുക, നടുവിൽ നിർത്തി വെക്കരുത്. ബാലൻസ് ഷീറ്റ് എഴുതാതെ ഇരിക്കരുത്. കാരണം ബാലൻസ് ഷീറ്റ് ടാലി എല്ലാം വെച്ചിട്ട് ഫുള്ള് ക്രോസ് ഒന്നും ഇടാൻ തോന്നില്ല. അതിലെന്ത് ചെയ്യും, ഫുള്ള് അതിൽ ഓരോ ഐറ്റംസിൻ്റെ വാല്യൂ വരെ നോക്കുക. ആ എമൗണ്ടൊക്കെ കറക്റ്റാണെന്ന് അതിൽ നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരും. ഓക്കെ, അപ്പോൾ ഈ 1 of 3 110 ക്വസ്റ്റ്യൻസ് അപ്പൂച്ചമാരുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എവിടെയൊക്കെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന 40 അഡ്ജസ്റ്റ്മെൻറ്റ്സ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ശരി. ഇനി 110 വരുന്ന 2 ട്രിപ്പിൾ 1 അതുപോലെ തന്നെ 28 ട്രിപ്പിൾ 1 എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അതെന്ത് ചെയ്യും, മിക്കവാറും തിയറിയിൽ ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ MCQയിലോ അല്ലെങ്കിൽ തിയറിയിൽ 5 മാർക്കിനൊക്കെ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഏരിയയാണ്. അത് ജോയിൻ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഭയങ്കര സിമ്പിളാണ്. കോമ്പാക്ഷൻ അറേഞ്ച്മെൻറ്റ്, അവരുടെ എൻക്വയറി ഉണ്ട്, അല്ലെങ്കിൽ പാർക്കിംഗ് നോട്ട് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്, ഇതാണ് ജോയിൻറ്റ് കൺട്രോൾ എന്നൊക്കെ ആയിട്ട് ചോദിക്കുന്നേക്കുക. അപ്പോൾ അത് തിയറി ഏരിയയാണ്. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അറിഞ്ഞിരിക്കുക, അതൊന്ന് പഠിച്ചിരിക്കുക. എപ്പോഴൊക്കെയാണ് ജോയിൻ്റ് അറേഞ്ച്മെൻറ്റ്സ് വരുന്ന ഓരോ തിങ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. 5 മാർക്ക് കിട്ടിക്കും. പിന്നെ എന്താണ് 28 പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ അസോസിയേറ്റ് ജോയിന്റ് വെഞ്ചേഴ്സ്. അതെ, അത് ഇക്വിറ്റി മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്. അതെങ്ങനെ അക്കൗണ്ടിങ് അറിയാമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് MCQ. കാരണം MCQ മിക്കപ്പോഴും ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു കണ്ടിട്ടില്ല. അപ്പോൾ ഇതെന്താ എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചില്ല. MCQ ചോദിച്ചു കഴിഞ്ഞാൽ മണ്ടേ കിട്ടും. ഡിസിപ്ലിൻ ആദ്യം കണ്ടില്ല, ബട്ട് MCQ ഫ്രീക്വൻ്റ് ആയിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സോ 28 കൂടി നിങ്ങൾക്ക് പഠിച്ചു. ഓക്കെ, പിന്നെ വരുന്നത് 102 ആണ്. 102 എന്ന് പറഞ്ഞാൽ ഷെയർ ബേസ്ഡ് പേയ്മെന്റ് ആണ്. പണ്ട് എപ്പോഴും 8 മാത്രം ചോദിച്ചാൽ അറിയുകയാണ്. പക്ഷെ ഇപ്പം അതുണ്ട് 90 വല്ലപ്പോഴും ചോദിക്കുന്നതായിരുന്നെങ്കിൽ ഇപ്പം 90 ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. പണിമൊക്കെ കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ MTP ഞാൻ നോക്കിയ സമയത്താകുമ്പോൾ ഒരു 4 മാർക്സ് 1 ചോദിച്ചല്ലാതെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചല്ലാതെ ഒരു ഡയറക്റ്റ് ഒരു 8 മാർക്ക് അങ്ങനത്തെ രീതിയിൽ ഭയങ്കര വൃത്തിയായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 102 ചോദിക്കാത്തതുപോലെ ചേർത്ത് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ അവരുടെ എന്ത് ചെയ്യാം, 90 ഈ ക്വസ്റ്റ്യൻ നമ്പർ 90 ആൻസർ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം കൂടി അത് റിപ്പീറ്റഡായിട്ട് ചോദിക്കാം. അപ്പം നമ്മൾ റിസ്ക് എടുക്കരുത്, ഇത് രണ്ടും പഠിക്കാം. ഓക്കെ, സോ 102 ഭയങ്കര സിമ്പിൾ. ചോദിച്ചാൽ ഫുൾ മാർക്സ് കിട്ടാൻ പറ്റില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ഇൻഡെക്സ് തീർക്കാൻ എന്നതാണ്. തീർത്തവരുണ്ടെങ്കിൽ അതിൽ വെരി ഗുഡ്. തീർക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നഷ്ടമില്ല. നെറ്റ്സ് ഓഫ് പറഞ്ഞു എല്ലാத்தையும் ഡീറ്റെയിൽസ് എന്നാൽ ഉണക്ക് ഷോർട്ടായി ചോദിക്കുന്ന. ഇപ്പോൾ ബിഗ് ഇൻഡെക്സുകൾ 105, 115, 103, 110 അതേ തന്നെ 111, 28 എന്തായാലും പഠിക്കുക. അതുപോലെ 102 പഠിക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ. കാരണം എന്തുകൊണ്ടാണ്, സ്മോൾ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. പക്ഷെ ബിഗായിട്ടുള്ള ഈ വോളിയം വന്നത് നമുക്ക് സമയമുള്ളപ്പോൾ തീർക്കാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം സമയമുണ്ട്, ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓടേണ്ടി വരും. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് ഈ സ്മോളും അതുപോലെ തിയറി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. അപ്പം ബിഗ് തീർത്ത് കഴിഞ്ഞാൽ നേരെ മീഡിയത്തിലൂടെ ചാടാം. മീഡിയം വോളിയം വല്ലാതെ എടുക്കുകയാണെന്ന് വെച്ചാൽ India 16 എന്തായാലും GP എന്തായാലും ഒരു ഷോർട്ടായിട്ട് ചോദിക്കുക. സിമ്പിളുമാണ്, ദയവ് ചെയ്ത് സ്കൂളായിട്ടും വ്യക്തിക്ക് കാണും. എന്തായാലും ചോദിക്കും 36 മോസ്റ്റ്ലി ഹൈ പ്രോബബിലിറ്റിയാണ്. അതും റിസ്ക് എടുക്കരുത്, അതും പഠിക്കുക. അതുപോലെ തന്നെ 19 ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് അതും കൂടി അതിലേക്ക് കവർ ചെയ്യുക. പിന്നെ വരുന്നത് 21 and 23 ആണ്. അതായത് കഴിഞ്ഞ അറ്റംപ്റ്റ് അല്ലാത്ത അറ്റംപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് ഞാൻ കാണാറുണ്ട്. സോ നമ്മൾ ഓരോ കോഴ്സും അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ് ഉണ്ട്, അത് കൂടെ ഒന്ന് കവർ ചെയ്യുക. അതിൻ്റെ ഫസ്റ്റത്തെ നിയമനം കോംപ്രമൈസ് ചെയ്യരുത്. ഇതും അതിൻ്റെ കൂട്ടത്തെ കവർ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ആശ്വാസം നിൽക്കണ്ട. കാരണം സ്മോൾ തിയറിയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ. അപ്പം വേഗം സ്മോളോട്ട് പോയിട്ട് ഈ പറഞ്ഞതൊക്കെ തീർക്കുക. ഏതാ 40 ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി MCQ മിക്കവാറും ടെസ്റ്റ് ചെയ്യാൻ ചാൻസസ് ആയിരിക്കും. സ്ക്രിപ്റ്റിനെ കുറവാണ് കണ്ടിരിക്കുന്നത്, പക്ഷേ MCQയുടെ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്ന കാണുന്നുണ്ട്. എനിവേസ് നിങ്ങൾ 40 പഠിക്കുക. അതായത് ഡിസ്ക്രിപ്റ്റീവിലാണ് MCQ ചോദിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പം സിമ്പിളാണ്, ചെറുതാണ്, പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. 38 നാച്ചുറൽ അസറ്റ്സ് ചെറുതാണ്, പെട്ടെന്ന് തുറന്നോളും. 33 EPS ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതിന് മുന്നത്തെ അത് കഴിഞ്ഞ അറ്റംപ്റ്റ് മുന്നത്തെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ചാൻസിൽ കാണുന്നുണ്ട്, അതും പെട്ടെന്ന് തന്നെ തീരും. അതുപോലെ 34 ഇന്ത്യയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് കഴിഞ്ഞ പ്രാവശ്യം 12 ചോദിച്ചത്. സോ എനിക്ക് 34 ആയിരിക്കാം എന്ന് വിചാരിക്കുന്നത്.
സോ 34 നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ അഗ്രികൾച്ചർ അതിനെ ടെസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ ചാൻസ് കാണുന്നുണ്ട് 41 കൂടി 41 ചോദിക്കാൻ വേണ്ടിയിട്ട്. സോ എന്ത് ചെയ്യുക, ഇതൊക്കെ ചെറുതുകളാണ്, ഇതൊക്കെ പെട്ടെന്ന് 41 ആണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ബയോളജിക്കൽ അസറ്റ്സ് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് തീരും. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഈ ബിങ്കും ഇന്ത്യയിൽ കഴിയുമ്പോൾ നേരെ സ്മോൾ നിങ്ങൾ പോയാൽ മതി. അതിങ്ങനെ സ്മോൾ തീർത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടാകുന്ന തിക്കും മീഡിയത്തിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് സ്മോൾ നിങ്ങൾക്ക് വെക്കാം. അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തീർന്നോളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ തിയറിയിലോട്ട് പോവുക. അതായത് 101 ഓക്കെ. ഇത് പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് എങ്ങനെയാ പഠിക്കുക, കണ്ടുപിടിക്കുന്നത് എന്താണ് ഏതാണെന്നൊക്കെ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ 101 തിയറി നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. പല ഫാക്കൽറ്റീസ് ഉണ്ട്. ആ തിയറി നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, 1 ആണെങ്കിൽ ഏതൊക്കെയാണ് കറൻറ്റ് വരുന്നത്, നോൺ കറൻറ്റ് വരുന്നത്, ഓരോ സീസ് പഠിക്കുക. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഫുള്ളായിട്ട് ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ എന്തെല്ലാം ഒക്കെ പാസ്സായിട്ട് മനസ്സിലാവും. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എഴുതി ഈ പാസ്റ്റ് ഐറ്റംസിലൊക്കെ ആയിട്ട് എന്തായാലും 101 ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ കാണാൻ പറ്റും. അത് നിങ്ങൾ കവർ ചെയ്യുക. പാസ്റ്റ് ഐറ്റംസിൽ 2-3 അറ്റംപ്റ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ അതിന് മുന്നത്തെ അറ്റംപ്റ്റ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്ന് അതും കൂടി ഒന്ന് കവർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ ഈ പഠിച്ച തിയറി ഇങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു ഐഡിയ കിട്ടും. മനസ്സിലാകും. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ വരുന്നത് 24, അതായത് റിലേറ്റഡ് പാർട്ടി ഡിസ്കഷൻ. ഇത്രയും MCQ കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇന്ന പാർട്ടീസ് തമ്മിൽ റിലേറ്റഡ് പാർട്ടി ആണോ എന്നായിരിക്കും ചോദ്യം. അതിന് A-B 100% മറ്റ് വേറെ B ആയിട്ടൊരു ട്രാൻസാക്ഷൻ നടത്തി, അപ്പോൾ ഇവർ റിലേറ്റഡ് പാർട്ടിയാണ്, ഇങ്ങനത്തെ ആയിട്ട് കുറച്ച് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ ട്രിക്കിയായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ട് ഇവർ തമ്മിൽ റിലേറ്റഡ് പാർട്ടികളൊക്കെ ചോദിക്കും. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് റിലേറ്റഡ് പാർട്ടീസ് ആവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് റിലേറ്റഡ് പാർട്ടി ആവുക എന്നുള്ളത് നിങ്ങൾ ആ ഏരിയ ഉള്ള വളരെ രീതിയിൽ ചുറ്റി പഠിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞാണ് കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് അക്കൗണ്ടിങ് ടെക്നോളജി. MCQ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് എക്സ്പെക്ട് ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഓഡിറ്റ് ചെയ്ത് ഓൾറെഡി നിങ്ങൾ ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എല്ലാം നിങ്ങൾ ഓഡിറ്റ് ചെയ്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് എളുപ്പമായിരിക്കും ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ. നിങ്ങൾ ഓഡിറ്റിലൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യരുത്. കോഡ് ഓഫ് എത്തിക്സ് അക്കൗണ്ടിങ് ആൻഡ് ടെക്നോളജി ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് അത് ഓഡിറ്റ് പഠിക്കുന്നത്. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓഡിറ്റിംഗ് നോളജ് നിങ്ങൾ MCQ ഒക്കെ അതിൽ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ ഏതായിരിക്കും എന്നുള്ളത് നമുക്ക് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ഇതൊക്കെ അറിയാം. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കവർ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, കാരണം ഓഡിറ്റിംഗ് നോളജ് ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും കൂടി കവർ ചെയ്യാൻ മാറ്റിയത്, കാരണം നമുക്ക് MCQ ഡിസ്ക്രിപ്റ്റീവ് എക്സ്പെക്ട് ചെയ്യും. ഓക്കെ. ഇത്രയും കവർ ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല വൃത്തിക്ക് കവർ ചെയ്താൽ തന്നെ അത്യാവശ്യം എനിക്ക് ഫർദർ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. ഇപ്പം എനിക്ക് ഇതിൽ നിർത്താൻ പാടുണ്ടോ ഇല്ല. ഇപ്പം നിങ്ങൾക്ക് ഒട്ടും സമയം ഇത്രയും കവർ ചെയ്തിട്ട് പോവാൻ. ഇനി ഞാൻ പറയുകയാണെങ്കിൽ Aയും Bയും നിങ്ങൾ കവർ ചെയ്യാൻ മാക്സിമം നോക്കൂ. Bയിൽ 12, 116, 37, 2, 7, 105, 20. ഇത് ചോദിക്കാതിരിക്കാൻ ഈ തോന്നുന്ന ഇൻഡെക്സുകളാണ് വ്യക്തിയില്ല. സോ അവർക്ക് ചോദിക്കാൻ തോന്നിയില്ലെങ്കിൽ അത് ചോദിക്കുക. സോ ഏറ്റവും സേഫമാണ് Bയും കൂടി നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല സേഫ് സോണിലാണ് നമുക്ക് പറയാൻ പറ്റും. SR ഒട്ടും പറ്റുന്നതിന് ഏതെങ്കിലും കവർ ചെയ്തിട്ട് പോവുക. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എങ്കിലും മാക്സിമം കവർ ചെയ്ത് പോകാനില്ല. പിന്നെ നിങ്ങൾ എക്സംഷൻ ആ ലെവലിലൊക്കെ അത് മസ്റ്റായിട്ടും Cയും കൂടി കവർ ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ B കഴിഞ്ഞിട്ടും നിങ്ങൾ കയ്യിൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് ടേക്ക് എ ചാൻസ് 103, 8, 10, 113 കൂടി നിങ്ങൾക്ക് അക്രിച്ച്. ഓക്കെ, അതിൽ കൂടുതലും 113 കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിക്കില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ് ഇതും കൂടി ഒന്ന് കവർ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പോൾ നന്നായിട്ട് FR പഠിച്ച ഒരാളാണെങ്കിലും ഈ ഒരു പ്രയോറിറ്റിയിൽ പഠിച്ചിട്ട് പോകുക. മീഡിയം സ്മോൾ തിയറി അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ ആ പ്രയോറിറ്റി ഓർഡറിൽ പഠിച്ചു പോവാം. ഇല്ലാത്തവർ ടൈമിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് ഇത് പറയാൻ പറ്റില്ല ഏതൊക്കെ പോയാൽ വരുന്നത് അവർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് പഠിക്കും. ഓക്കെ, ശരി.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഡൗൺ ആവേണ്ട ഒരു കാര്യമില്ല. ഒരുപാട് പേര് ടെൻഷൻ അടിച്ചിട്ടെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അതൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് മണി ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഇവിടെ ടെൻഷൻ അടിച്ച് നിങ്ങൾ സമയമുള്ള സമയം നിങ്ങൾക്കില്ല. നെഗറ്റീവ് തോട്ട്സിനും ഓവർ തിരിയുന്നതിനും ഒന്നും നിങ്ങൾക്ക് സമയമില്ല. എനിക്ക് ഇപ്പോൾ ആഞ്ഞ് പിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ ഇട്ടല്ലോ ഇവിടെ നിന്നൊക്കെ ഏതൊക്കെ ഏരിയയാണ് ചോദിക്കുന്ന ഓൾ ദോസ് തിങ്സ്. പിന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിവിഷൻ നല്ലോണം ചെയ്യാം. റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ NTPs എങ്കിലും കവർ ചെയ്തിട്ട് പോകാം. NTP RTC അതിൽ പ്രയോറിറ്റി NTPsന് കൊടുക്കാം. ഓക്കെ, ചിലപ്പോൾ എന്ത് ചെയ്യും, ഡിക്റ്റോ ആയ ഏരിയയാണോ അല്ലെങ്കിൽ ഡിക്റ്റോ ക്വസ്റ്റ്യൻസോ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോ. ഈ അടുത്തതായിട്ട് FRനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, അതായത് FR സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാം. FR സബ്ജക്റ്റ് ഇങ്ങനെ ഓൾ ദീസ് തിങ്സ് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. അതെങ്കിൽ അടുത്ത വീഡിയോ വരും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഇങ്ങനത്തെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും. So please support me. Don't forget to share and subscribe. Okay, bye.